എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് മത്സരങ്ങളിൽ വഴക്കുകൾ സാധാരണമാണ്. ബാറ്റ്സ്മാനും ബൗളർമാരും തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന കാഴ്ചകൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. ബാറ്റ്സ്മാൻമാർ ബൗളർമാരെ പഞ്ഞിക്കിട്ടാൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഈ സമയം ബൗളർമാർ ബാറ്റ്സ്മാൻമാർക്ക് നേരെ കൊമ്പ് കോർക്കാൻ എത്തും. ഇപ്പോഴിതാ ഇന്നത്തെ ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റിലും അതുപോലത്തെ രംഗങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ സൂപ്പർ താരമായ ജയ്സ്വാളും ഇംഗ്ലണ്ട് താരമായ ഷോയിബ് ബഷീറും തമ്മിലായിരുന്നു നേർക്കുനേർ വന്നത്. ജയ്സ്വാൾ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചത് താരത്തിന് അത്ര പിടിച്ചില്ല. തുടർന്ന് ബഷീർ ജയ്സ്വാളിനെ സ്ലെഡ്ജ് ചെയ്തു. ഇംഗ്ലണ്ട് താരങ്ങൾ എപ്പോഴും ഇന്ത്യൻ താരങ്ങളോട് കൊമ്പ് കോർക്കാറുണ്ട്. അശ്വിനും ജയ്സ്വാളും ക്രീസിൽ നിൽക്കെ മെഡിക്കൽ ടീം കളത്തിൽ എത്തിയപ്പോൾ ആണ് ബഷീർ ജയ്സ്വാളിന് നേരെ കൊമ്പ് കോർത്തത്. പക്ഷേ ജയ്സ്വാൾ യാതൊന്നും തന്നെ മിണ്ടാൻ പോയില്ല. ജയ്സ്വാളിന്റെ വെടിക്കെട്ട് പ്രകടനം ഇംഗ്ലണ്ട് താരങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. തുടർന്ന് അവരുടെ സൂപ്പർ താരമായ ജോ റൂട്ടും ബഷീറിന് പിന്തുണയായി എത്തി. എന്നാൽ ജയ്സ്വാൾ മറുപടി പറഞ്ഞത് തന്റെ ബാറ്റ് കൊണ്ടായിരുന്നു. ശേഷം താരം ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കി ബഷീറിന് ചുട്ട മറുപടിയാണ് നൽകിയത്. ജയ്സ്വാളിന്റെ ഈ മിന്നും പ്രകടനത്തോടെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. പലതരത്തിലുള്ള കളിയാക്കലുകളും സ്ലെഡ്ജിങ്ങും ആണ് ജയ്സ്വാൾ ഇന്ന് ഏറ്റുവാങ്ങിയത്. ബഷീർ ജയ്സ്വാളിനെ ചൊറിയുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. സാധാരണ അവരുടെ നാട്ടിൽ കളിക്കുമ്പോഴാണ് ഇംഗ്ലണ്ട് താരങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ഇന്ത്യയിലും അത് ആവർത്തിച്ചു. ജയ്സ്വാൾ ഇന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിക്കുകയായിരുന്നു. അത് ഇംഗ്ലണ്ട് താരങ്ങൾക്കാർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ബഷീറിനെ വിട്ട് അവർ സ്ലെഡ്ജ് ചെയ്യിപ്പിച്ചത്. ഇന്ത്യൻ നിരയിൽ രോഹിത്, ഗിൽ, ശ്രേയസ് തുടങ്ങിയ എല്ലാ താരങ്ങളും ഫ്ലോപ്പ് ആയപ്പോൾ ഇന്ത്യയുടെ രക്ഷകനായി എത്തിയത് ജയ്സ്വാൾ ആയിരുന്നു. ജയ്സ്വാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിൽ എത്തി. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ ഇന്ത്യ മുട്ടുകുത്തിച്ച് രണ്ടാം ദിനവും ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.